ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേണ്ടേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശീലാവാണ്. ഇതിനിവിടെ പറയുന്നത് ശീലാവെന്നാണ്. അപ്പോൾ ഇന്ന് ഈ ശീലാവ് കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മീൻ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മീൻ ഒന്ന് കഴുകട്ടെ. ചിറകൊക്കെ കട്ട് ചെയ്തോളാം. ശീലാവൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. ഇത് പുതിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ചട്ടിക്ക് 90 രൂപയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അത് വേണ്ടേ. അപ്പം നമ്മുടെ മീൻകറി വെക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ പുളി, കറിവേപ്പില, പിന്നെ നമ്മളൊരു തക്കാളിയും കൂടി എടുക്കുന്നുണ്ട്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ടേ. അപ്പോൾ വേണ്ടേ ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാൻ പോവുകയാണേ. പുതിയ ചട്ടി ആയതുകൊണ്ടായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ നന്നായിട്ട് പറയുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കുറച്ച് ഉലുവ. വരെ വെളിച്ചെണ്ണയുടെ പദം മാറിയിട്ടില്ലേ. പുതിയ ചട്ടി ആയതുകൊണ്ടായിരിക്കും അല്ലേ. എന്തായാലും നമ്മുടെ കടുകും ഉലുവായും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉലുവായും കടുകൊക്കെ വേണ്ടി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പിന്നെ വേണ്ടേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാതെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വേണ്ടേ നമ്മുടെ ഒരു തക്കാളിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ കുറച്ച് ഉലുവാപ്പൊടി, നമ്മൾ ഓൾറെഡി പൊടിക്കാത്ത ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ ഇതുവരെ പുളി ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കാതെ. ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ അങ്ങനെ അവിടെ നിന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ തുറന്ന് കാണിക്കാം. എൻ്റെ മീൻകറി അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഇതിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞാൻ തുറന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒരു മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.